ബിന്ന് ഉള്ളതായിട്ട് പറഞ്ഞു. ആ ബിന്നിൽ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാധനം. അതിന്റെ കാരണം നമുക്ക് കത്തിച്ച് കളയുന്നതിന്റെ ദോഷതകൾ അപ്പുറത്ത് അങ്ങനെ ഒരു വളം നമുക്ക് കിട്ടുന്നതാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ കണ്ടു കാണും. വളരെ സിമ്പിൾ ആയിട്ട് പേപ്പർ കത്തിച്ച് അതിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാല് 2 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ 600 ഡിഗ്രിക്ക് മുകളിലേക്ക് വരുന്ന ടെമ്പറേച്ചർ അതിനകത്ത് പിടിക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു മുകളിൽ കൂടെ ആക്ഷൻ വരുന്നതാണ്. അത്രയും എയർ ആണ് അതിലേക്ക് പോകുന്നത്. യാതൊരു വിധത്തിലുള്ള ഫ്യൂവലും അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. മണ്ണെണ്ണയോ പെട്രോളോ ഗ്യാസോ ഒന്നും തന്നെ അതിനകത്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നാച്ചുറലി നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ കരിയിലയോ റോഡിലിട്ട് കത്തിച്ചാൽ ഉണ്ടാകുന്നത് എന്താണോ അത് അതിന്റെ ഹാഫ് ഓഫ് പോർഷൻ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. കാരണം ഇതിന്റെ കാരണം ടെമ്പറേച്ചർ നന്നായി കത്തും. ഇപ്പൊ റോഡ് സൈഡിലിട്ട് നമ്മൾ ഇത്രയും കരിയിലോ വാരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് നോർമലി കത്തത്തില്ല. അപ്പൊ അതിനകത്ത് പുക കൂടുതലായിരിക്കും. ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റും. പക്ഷെ ഇത്രയും ഒരു ഡ്രം വേസ്റ്റ് അവിടെ കത്തിയാലും അതിനകത്ത് വരുന്ന പുക ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ ഗ്ലാസോ മെറ്റലോ സിമെന്റോ അലൂമിനിയം ഫോയിലോ അതിന്റെ അകത്ത് ഇടാൻ പാടില്ല. പ്ലാസ്റ്റിക് ഇട്ടാൽ കത്തും. കാരണം പ്ലാസ്റ്റിക് പെട്ടെന്ന് കത്താൻ സഹായകമായ പെട്രോളിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് കത്തും. ഒരു കാരണവശാലും അത് കത്തിക്കരുത്. അത് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ അതിന് റീസൈക്ലിങ്ങിന് വിടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റും. പിന്നെ മിഠായി കവർ പോലുള്ള സാധനം ഇപ്പോൾ വന്നാൽ എല്ലാ സമയത്തും നമുക്ക് പ്രായോഗികമായിട്ട് അത് എടുത്ത് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് പ്രായോഗികമല്ല. അപ്പൊ അങ്ങനെ വീട് കഴിഞ്ഞാൽ അത് കത്തിപ്പോകും എന്നുള്ളത് 100% ക്ലിയർ ആണ്. പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കത്താത്തതായിട്ടുള്ള സാധനങ്ങൾ കുറവാണ്. ഈവൻ ചിക്കന്റെ ബീഫിന്റെ ഉൾപ്പെടെ ഉച്ചയ്ക്ക് ഭക്ഷണ സാധനങ്ങളിൽ എന്തെങ്കിലും ഇലയിൽ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഉൾപ്പെടെ കരിഞ്ഞ് ചാമ്പലായിട്ട് പുറത്തേക്ക് വരും. ആ ചാമ്പൽ ഏറ്റവും നല്ല വളമാണ്. നമുക്കത് വളമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇതിന്റെ പ്രവർത്തനത്തിനുള്ള കാര്യം. പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങൾ പ്ലാൻ വെച്ചിരിക്കുന്ന അനേകം സ്ഥലങ്ങളിലും ഇതേ പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നതുമാണ്. ഇതിലൊരു പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ വരവ് കട്ടാവുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കിന്റെ വരവ് കട്ടായി കുട്ടികളെ പ്ലാസ്റ്റിക്കുമായിട്ട് സ്കൂളിലേക്ക് വരാതിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ പ്ലാസ്റ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വേസ്റ്റിലേക്ക് വരാതിരിക്കും. കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇലയിൽ പൊതിഞ്ഞ് അതിന്റെ അകത്ത് പിന്നെ ഒരു കവറിട്ട് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് വേസ്റ്റിലേക്ക് കവർ വരും. അപ്പൊ ഈ കവറിന്റെ ലഭ്യത മാർക്കറ്റിൽ ഇല്ലാതാവുക എന്നൊരു വലിയൊരു യജ്ഞം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല മുനിസിപ്പാലിറ്റി അതിനെ നിരോധനത്തിലേക്ക് കൊണ്ടുവന്നു. അത് വളരെ വലിയ ഞങ്ങൾ കമ്പനി വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ആ ഒരു വേസ്റ്റിന്റെ പ്രശ്നം അവിടെ അവസാനിക്കും. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തന ശൈലി. എന്ത് വേസ്റ്റും കത്തിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ ആ 5 ഐറ്റംസ് ഇടാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ അകത്ത് അഥവാ ഏതെങ്കിലും കാരണവശാൽ ഇച്ചിരി ഫുഡ് വേസ്റ്റ് കൂടി പോവുകയോ എന്തെങ്കിലും ചെയ്ത് കത്താതെ വന്നാൽ സാധാരണ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാവുന്ന പോലെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല.
സ്മെല്ല് ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കാര്യം, അത് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ഇപ്പോൾ ബയോഗ്യാസുകളുടെ പ്ലാന്റ് സ്റ്റക്കായി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് പുറത്തെടുക്കുമ്പോൾ അസഹ്യമായ സ്മെല്ലാണ് വരും. ഇപ്പൊ ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. മുകളിൽ പേപ്പറോ കരിയിലോ വീണ്ടും ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ കത്താതെ വരുന്ന സാധനങ്ങൾ വീണ്ടും കത്തിപ്പോവും. അതിനുള്ള ചെറിയൊരു കമ്പി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കത്തിച്ചാൽ മതിയോ. ഒരിക്കൽ കൂടി താലൂക്ക് സമാജത്തോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഈ സ്കൂളിൽ ഒരുക്കി തന്ന പ്രത്യേകിച്ചും മാധവൻ സാറിനോടും അതുപോലെ തന്നെ ജോൺ സാറുമാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാന്റ് വന്ന് കണ്ടത്. മൈസൂർ സാർ പോയി മൈസൂർ സാറാണ് ആദ്യം വന്ന് കണ്ടതും ഞങ്ങളുടെ പ്ലാന്റ് വന്ന് കണ്ട് വിസിറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തരികയും ചെയ്ത സാറിനോട് പ്രത്യേകമായിട്ട് ഗ്രീൻ എർത്ത് ഇൻഡസ്ട്രീസിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കും. നന്ദി. ആശംസ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ മാനേജർ കൂടിയായ മഹേശൻ സാർ, ശ്രീ ജോൺ സാർ, ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകരായ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി രമാദേവി, നസീമ ബിവി, അധ്യാപകരുടെ NCC, JRC, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിലെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് മാലിന്യം. സമൂഹം മൊത്തത്തിൽ മാലിന്യമുക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അതിനെ മാലിന്യമുക്തമാക്കാനുള്ള ഒരു ചെറിയ സംരംഭമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന്, നമ്മുടെ ചെയർമാൻ പറയുന്നു ജൈവ വസ്തുക്കളൊന്നും ഈ വിധത്തിൽ സംസ്കരിക്കപ്പെടരുത്, അത് അതിൻ്റെതായ പ്രകൃതിദത്തമായ വിധത്തിൽ വിനിയോഗിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അല്പം ക്രൂരമായ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറുന്നു. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഒരു 10-15 കൊല്ലത്തിന് മുൻപ് കാലഘട്ടം ഇതായിരുന്നു പ്രായോഗികമായി കണ്ടിരുന്നത്. ആധുനികമായ കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ടാണ് ഈ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ഇത്രയും നല്ല രീതിയിൽ പ്രകൃതിയോട് പൊരുത്തപ്പെടത്തക്ക വിധത്തിൽ അതിനെ മുക്തമാക്കി പ്രകൃതിയോടും സമൂഹത്തോടും നമ്മുടെ ദേശത്തോടും വരുന്ന തലമുറയോടുമുള്ള ഉത്തരവാദിത്വം നമ്മൾ പാലിക്കണമെന്നുള്ളതായ ആ ഒരു ആശയം രൂപപ്പെട്ടു. ആ പ്രക്രിയയെ നമുക്ക് ഒരുമിച്ച് കൂടാം. ആ സംരംഭം നമ്മുടെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് പ്രായോഗികമാക്കി കൂടുതൽ സമൂഹത്തെയും നമ്മുടെ ദേശത്തെയും വരുന്ന തലമുറയെയും സംരക്ഷിക്കുന്നതിനുള്ളതായ ഒരു സംരംഭത്തിൽ നമുക്ക് പങ്കാളികളാകാം. അത് വിജയിപ്പിക്കാനുള്ളതായ എല്ലാവിധ സഹകരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് നിങ്ങൾ സഹകരിക്കുക. നല്ലൊരു ക്രിസ്മസും അതുപോലെ തന്നെ ഒരു പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ ഈ പ്രസംഗങ്ങളൊന്നും ആരും തയ്യാറല്ലായിരുന്നതിനാൽ പരീക്ഷ കുട്ടികൾക്ക് പോകുന്നതുകൊണ്ട് ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്നതിന് വേണ്ടി ശേഷം ഈ രമാദേവി യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ മാനേജർ ശ്രീ മഹേഷ് സാർ, ജോൺ സാർ, സലീഷ് സാർ, ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നവരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അപ്പോൾ നിങ്ങൾ NCC JRCക്കും ചേർന്നതുകൊണ്ട് ആണ് അത്രയും നേരം ഇരിക്കാൻ മുഖ്യപ്പെട്ടതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെയല്ല. നമ്മൾ ഒരു സ്കൂളിന് ആയാലും ശരി, ഏത് കാര്യത്തിനായാലും ശരി, പല കാര്യങ്ങളും നമ്മൾ ഭാഗമാകേണ്ടതുണ്ട്. അതൊക്കെ വളരെ സന്തോഷത്തോടെ നമുക്കും പരീക്ഷയുണ്ട്. ആ കുട്ടികൾ പരീക്ഷ ഉള്ളവരെ പോയി കഴിഞ്ഞു എങ്കിലും അതിൻ്റെതായ നന്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും സമയം കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ വീട്ടിൽ പോയിരിക്കുന്നവരെക്കാൾ കൂടുതൽ അതിൽ പങ്കെടുത്ത നടന്ന പരീക്ഷ നല്ലവണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കതിനായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊള്ളുക. ഒരു സ്കൂളിലൊരു പരിപാടി ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ആളുകളും നിന്ന് വന്നപ്പോൾ ഇത്രയും കുട്ടികളുണ്ട്. മറ്റേ യൂണിഫോമിൽ വന്നവരും തന്നെ അതിലുള്ളവരുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഭാഗമായ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിൽ സന്തോഷമായി പങ്കെടുക്കുന്ന പലരും വീട്ടിൽ പോയിരുന്നിട്ട് അപ്പോൾ അത് നമ്മൾ അതിനെ പരിപാടി നടക്കുന്നില്ല.
അപ്പം ഈ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാവരും ഇതിനെപ്പറ്റി ഒരുപാട് സ്ഥിതിയാണ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പം നിങ്ങളാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നോക്കേണ്ടത്. നമ്മുടെ സ്കൂളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നപ്പോൾ അത് വളരെ നല്ല രൂപത്തിൽ ചെയ്ത് പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അതിന് ലീഡർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്കൂളിൽ തുടർന്ന് പ്രവർത്തിപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെ വേണ്ടാത്തതിനകത്ത് പാടില്ല, ആവശ്യമുള്ള സാധനം തന്നെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണോ എഴുതേണ്ടത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരെയും അനുഗ്രഹ സഹായ സഹകരണത്തോടെ വളരെ നല്ലോണം പ്രവർത്തിച്ചു പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് നിർത്താൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരെയും വാക്കിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി ടീച്ചർ എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സമയം പോയതുകൊണ്ട് നിങ്ങൾ പരീക്ഷ ആയതുകൊണ്ട് ഒറ്റവാക്കിൽ എല്ലാവരും ഞങ്ങൾക്ക് പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്കൂളിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട്